So in the last class we have discussed some basic terms used in probability theory. So next one is classical definition of probability. Okay. So important definition ആണ്. നിങ്ങൾക്ക് രണ്ട് ഡെഫിനിഷൻസ് ആണ് പ്രോബബിലിറ്റീൻ്റെത് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൺ ഈസ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ടു പ്രോബബിലിറ്റി. ഓക്കെ. Classical definition, it is the oldest definition of probability and it is also called a Laplace definition. Okay, so we can move on to the definition. If there are n mutually exclusive, equally likely and exhaustive cases, എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി, എക്സോസ്റ്റീവ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, സോ n ഇവൻറ്റ്സ് ഉണ്ടെന്ന്, n ടോട്ടൽ കേസസ് ഉണ്ട്, n ട്രയൽസ് ഉണ്ട്. ഓക്കെ, സോ അതിൽ m ഓഫ് ദം ആർ ഫേവറബിൾ ടു ദി ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ് എ. ഇവൻറ്റ് എക്ക് ഫേവറബിൾ ആയിട്ട് m ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ടോട്ടൽ n കേസസ് ഉണ്ട്, അതിൽ m സ്മോൾ m ആണ് ഡിനോട്ട്, m നമ്പർ ഓഫ് കേസസ് ആർ ഫേവറബിൾ ടു ഇവൻറ്റ് എ. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ രണ്ട് കോയിൻ അറ്റ് എ ടൈം ടോസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ടോട്ടൽ കേസസ് എത്രയാണ്? 4 ആണ് അല്ലേ? HH, HT, TH, TT. അപ്പോൾ ആ 4 ആണ് ഈ n എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവൻറ്റ് എ എന്ന് കൺസിഡർ ചെയ്യുന്നത് ബോത്ത് ഹെഡാണ്. ഇവൻറ്റ് എ എന്ന് പറയുന്നത് ബോത്ത് ഹെഡാണ്. അപ്പോൾ ബോത്ത് ഹെഡ് ആവുന്ന ഫേവറബിൾ കേസസ് എത്രയാണുള്ളത്? 1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അവിടെ m എന്താണ്? 1 ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ m 1 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഡെഫിനിഷൻ, പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു m by n, that is number of favorable cases by total number of cases. Okay, so the probability always lies between 0 and 1. Okay, അപ്പോൾ ഒരിക്കലും ഹാപ്പൻ ചെയ്യാത്ത ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ ഷുവറായിട്ടും ഈ ഇവൻറ്റ് തന്നെ ഒക്കർ ചെയ്യുമെന്നുള്ള ഷുവർ ഇവൻറ്റ്, സർട്ടൻ ഇവൻറ്റ്, ഇതിന് പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അൺസർട്ടൻ ഇവൻറ്റ്, okay, uncertain event probability will be a number between 0 and 1. okay, so അതാണ് ഇവിടെ താഴെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡൈ ടോസ് ചെയ്യുന്നുണ്ട്. ഡൈ ടോസ് ചെയ്യുമ്പം അവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്താണ്? 1 മുതൽ 6 വരെയുള്ള കേസസ് ആണ്. അതായത് 6 ആണ് n, സ്മോൾ n 6 ആണ്. അപ്പോൾ നമ്മൾ ഇവൻറ്റ് എ എന്ന് പറയുന്നത് ഈവൺ നമ്പർ ഒക്കർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈവൺ നമ്പർ ഒക്കർ ചെയ്യുന്നതാണ് നമ്മൾ ഇവൻറ്റ്. അപ്പോൾ അതിനോട് ഫേവറബിൾ ആയിട്ട് എത്ര കേസസ് ഉണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 3 കേസസ് ആണ്. അപ്പോൾ അവിടെ പ്രോബബിലിറ്റി എന്താണ്? m by n എന്ന് പറയുമ്പം എന്താണ് വരിക? 3/6. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഡെഫിനിഷൻ. So there are some limitations for this classical definition. So classical definition failure ആവുന്ന രണ്ട് കേസസ് ആണ്. ഒന്ന് ഇവൻറ്റ്സ് ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ, ഓക്കെ, എല്ലാ ഇവൻറ്റ്സിനും ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറൻസ് ആണെങ്കിൽ മാത്രമേ ക്ലാസിക്കൽ ഡെഫിനിഷൻ ആപ്ലിക്കബിൾ ആവുള്ളൂ. പിന്നെ ഇത് ഫെയിൽ ആവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻഫിനിറ്റ് ആവുമ്പോൾ, ഓക്കെ, ഫൈനൈറ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ m by n ആണ്. ഈ n ഇൻഫിനിറ്റ് ആയിക്കഴിഞ്ഞാൽ എന്താവും? നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ആർ ദി ലിമിറ്റേഷൻ ഓഫ് ക്ലാസിക്കൽ ഡെഫിനിഷൻ. സോ നെക്സ്റ്റ് ഒരു സ്മോൾ ടേം ആണ്, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ഓക്കെ, ഇപ്പോൾ n നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ട് എന്ന് വെക്കുക, സ്മോൾ n നമ്പർ ഓഫ് ട്രയൽസ്. അതിൽ m നമ്പർ ഓഫ് events are favorable to event A. m number of events are favorable to A. അങ്ങനെയാണെങ്കിൽ m by n നെ നമ്മൾ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറയും. ആൻഡ് ഇറ്റ് വിൽ അപ്രോക്സിമേറ്റ് ടു എ വാല്യൂ p ആസ് n increases. നമ്മൾ നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ m by n ഉള്ള റേഷ്യോ ഒരു പെർട്ടിക്കുലർ വാല്യൂയിലോട്ട് ടെൻഡ് ചെയ്യും.
ആ വാല്യൂവിനെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഫ്രീക്വൻസി റേഷ്യോ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യുന്ന ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. സോ ഐ വിൽ ഷോ യു എൻ എക്സാമ്പിൾ. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതിൽ നമ്പർ ഓഫ് ടോസസ്, അതായത് നമ്പർ ഓഫ് ടോസസ് എന്ന് പറയുന്നത് n ആണ്, ഫസ്റ്റ് റോ. നമ്പർ ഓഫ് ഹെഡ്സ് ഓരോ പ്രാവശ്യം, ഇപ്പോൾ 10 ടോസസിൽ 10 ടൈംസ് ടോസ് ചെയ്യുമ്പം 6 നമ്പർ ഓഫ് ഹെഡ് കിട്ടിയിട്ടുണ്ട്. ഇനി 25 ടൈംസ് ടോസ് ചെയ്യുമ്പം 10. ഓക്കെ, അതുപോലെ 10,000 ടൈംസ് കോയിൻ ടോസ് ചെയ്യുമ്പം അതിൽ 4,990 നമ്പർ ഓഫ് ഹെഡ്സ് കിട്ടിയിട്ടുണ്ട്, നമ്പർ ഓഫ് ടൈംസ് ഹെഡ് ഒക്കർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഷ്യോ കൂടി കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഒരു 0.5 എറൗണ്ട് ആയിട്ടാണ് എല്ലാ വാല്യൂസും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആസ് n ഇൻക്രീസസ്, ഇവിടെ n എന്താണ്, നമ്പർ ഓഫ് ടോസസ് ആണ്. n എത്ര ഇൻക്രീസ് ചെയ്താലും അതൊരു പെർട്ടിക്കുലർ റേഷ്യോയിലിട്ട് ടെൻഡ് ചെയ്യാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ എക്സാമ്പിൾ ഫോർ ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ഒരു ട്രയൽ തന്നെ ഹോമോജീനസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കി എല്ലാ ഫാക്ടേഴ്സും സെയിം ആക്കി വെക്കുക. ഓക്കെ, അങ്ങനെ ഒരേ കണ്ടീഷനിൽ തന്നെ ഒരു ട്രയലിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ വിൽ ബി ലിമിറ്റ് ഓഫ് റേഷ്യോ ഓഫ് m/n, limit of ratio of number of time A happens to total number of trials. Okay, so probability of A is equal to limit n tends to infinity m/n. Simple ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. So this is the frequency definition of probability. Next one is set theory. അപ്പോൾ സെറ്റ് തിയറി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് +2 പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതിൻ്റെ നോട്ട്സ് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ആ +2 നോട്ട്സ് ഒന്ന് വായിക്കുക. എന്നിട്ട് അതിൻ്റെ അത്ര ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതണ്ട. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിളും മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഞാനതിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാം, ജസ്റ്റ് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ സെറ്റ് തിയറി. സോ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. ഓക്കെ, വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. സോ വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പം നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം, എന്ത് വേണമെങ്കിലും പറയാം അല്ലേ. ഇപ്പോൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്, കറക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും നെയിംസ് ഉണ്ട്, വെൽ ഡിഫൈൻഡ് ആണ്, എല്ലാത്തിനെയും ഒരു സെറ്റായിട്ട് എഴുതാൻ പറ്റും അല്ലേ. ഇനി അതുപോലെ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഇതെല്ലാം സെറ്റാക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലേ. അതുപോലെ റിവേഴ്സ് ഇൻ കേരള, ഡിസ്ട്രിക്ട്സ് ഇൻ കേരള ഒക്കെ വെൽ ഡിഫൈൻഡ് ആണ്. സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, കോണ്ടിനെൻറ്റ്സ്, ഇതെല്ലാം സെറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെറ്റിനെ നമ്മൾ 2 മെത്തേഡ്സ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. വൺ ഇസ് റോസ്റ്റർ മെത്തേഡ് ആൻഡ് അതർ വൺ ഇസ് റൂൾ മെത്തേഡ്. അപ്പോൾ റോസ്റ്റർ മെത്തേഡിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഇലമെൻറ്റിന് എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്ത് എഴുതും. ഓക്കെ, ലിസ്റ്റ് ചെയ്ത് എഴുതുന്നതാണ് ഈ റോസ്റ്റർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ റൂൾ മെത്തേഡ്, റൂളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ എഴുതും. അപ്പോൾ ഒരു റൂൾ ഈസ് സ്റ്റേറ്റഡ്. ഓക്കെ, ആ ഒരു റൂള് വെച്ചിട്ടാണ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദി സെറ്റിന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനൊരൊറ്റ എക്സാമ്പിൾ വെച്ചിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സാമ്പിൾ നോക്കുക. വൊവൽസ്, നിങ്ങൾക്ക് ഈ സെറ്റ് നോക്കിയാൽ അറിയാം, AEIOU. അപ്പോൾ സെറ്റ് ഓഫ് വൊവൽസ് ആണ്. അപ്പോൾ ആ സെറ്റ് ഓഫ് വൊവൽസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി റൂൾ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതും, സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വൊവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അതുപോലെ സെറ്റ് ഓഫ് ഇനി റൂൾ മെത്തേഡ് വെച്ചിട്ട് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ഈവൻ നമ്പർ ബിറ്റ്വീൻ 1 to 10. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റും സെറ്റ് ഏതൊക്കെ എലമെൻറ്റ്സ് വരും, 2, 4, 6, 8, 10 എന്നുള്ളത് വരും. ഓക്കെ, ഇനി അത് റോസ്റ്റർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ലിസ്റ്റ് എഴുതാൻ പറ്റും. റൂൾ മെത്തേഡ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ടും എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സെറ്റാണ്. സോ ടൈപ്സ് ഓഫ് സെറ്റ് ഡിസ്കസ് ചെയ്യുമ്പം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. Finite set, as name indicate, it consists of finite number of elements. Fixed number of elements ആവും. പക്ഷേ ഇൻഫിനിറ്റിലാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ബിലോ 10 എന്ന് പറയുമ്പം ആകെ 5 എലമെൻറ്റ്സേ വരുള്ളൂ. പക്ഷേ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴോ അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. ഫൈനൈറ്റിന് വേറെ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, നമ്പർ ഓഫ് കൺട്രീസ്, പോപ്പുലേഷൻ, ഇതൊക്കെ ഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇൻഫിനിറ്റ് എന്ന് പറയുമ്പം വേറെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്, ഇൻറ്റിജറിൻ്റെ സെറ്റ്, ഓൾ ദിസ് ഇൻക്ലൂഡ് ഇൻ ഇൻഫിനിറ്റ് സെറ്റ്. ഇനി തേർഡ് വൺ നോക്കുക, സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ എന്ന് പറയുമ്പം ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ആ സെറ്റിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഈവൻ നമ്പർ ബിറ്റ്വീൻ 3 and 5, ഒറ്റ എലമെൻ്റ് അല്ലേ, 4 മാത്രമല്ലേ വരുള്ളൂ. അതുപോലെ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 9 and 12 ബിറ്റ്വീൻ ഏത് മാത്രമേ വരുള്ളൂ, 11 മാത്രമേ പ്രൈം നമ്പറായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ദിസ് ഓൾ ആർ എക്സാമ്പിൾ ഫോർ സിംഗിൾട്ടൺ സെറ്റ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് നൾ സെറ്റാണ്. നൾ സെറ്റ് മീൻസ് വാട്ട്? ദ സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഇലമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് തന്നെ നമ്പർ ഓഫ് ബോയ്സ് അല്ലേ, നൾ സെറ്റാണ്. ഓക്കെ, അതുപോലെ അനദർ എക്സാമ്പിൾ പെർഫെക്റ്റ് സ്ക്വയർ ബിറ്റ്വീൻ 10 and 15. പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല അല്ലേ, 9 കഴിഞ്ഞാൽ പിന്നെ 16 ഉള്ളൂ പെർഫെക്റ്റ് സ്ക്വയർ. സോ ഇറ്റ് ഈസ് ഓൾസോ an example for null set. നെക്സ്റ്റ് വൺ ഇസ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ എ ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഡൈറ്റോസ് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സും 1 to 6 വരെയുള്ള എല്ലാ നമ്പേഴ്സും ആ യൂണിവേഴ്സൽ സെറ്റിൽ ഇൻക്ലൂഡ് ആവും. അതായത് അതിനെ നമ്മൾ യു എന്നാണ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. സോ അതിൽ 1 2 3 4 5 6 എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. സപ്പോസ് ദർ ആർ 2 സെറ്റ്സ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് 2 സെറ്റ്സ് ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് എ ബി സി ഡി ഇ. ഓക്കെ, ബി എന്ന് പറയുന്ന സബ്സെറ്റ് എ ഡി. ഓക്കെ, അപ്പോൾ ഇതിൽ ബിയിലുള്ള എലമെൻറ്റ്സ് എ ഡി, ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഈസ് കോൾഡ് സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇതാണ് നൊട്ടേഷൻ, ബി ഈസ് കോൾഡ് സബ്സെറ്റ് ഓഫ് എ. അതുപോലെ ഈ ബിയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റാണ് എ. So A we call as superset and we denote it as A is a superset of B. Okay. Next one is equal set. ഇപ്പോൾ 2 സെറ്റ് എയും ബിയും ഈക്വൽ ആണെന്ന് പറയപ്പോഴാണ് if A is a subset of B and B is a superset of A. Okay. അപ്പോൾ നോക്കുക, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എപ്പോഴാണ് ആവുക? ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുണ്ടെങ്കിൽ. അപ്പോൾ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, എ ഉണ്ട്. അപ്പോൾ ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുണ്ട്. അതുപോലെ തന്നെ ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ബിയിൽ എനെ കണ്ടെയ്ൻ ചെയ്യണം. അപ്പോൾ ബിയിൽ എന്തായിരിക്കണം? എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ട്. ഓക്കെ, സോ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി സേ ദാറ്റ് എ ആൻഡ് എ ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇത് ഡെഫിനിഷൻ പ്രകാരം പറഞ്ഞതാണ്. രണ്ടിലും സെയിം എലമെൻറ്റ്സ് ആണ്, എക്സ്ട്രാ ആയിട്ട് ഒന്നും വരുന്നില്ലെങ്കിൽ അതിന് ഈക്വൽ എന്ന് പറയും. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ 2 കണ്ടീഷൻസ് പറയുന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ടേം ഈസ് ഇക്വാലൻറ്റ് സെറ്റ്. അപ്പോൾ ഇക്വാലൻറ്റ് സെറ്റും ഈക്വൽ സെറ്റും സാധാരണ കുട്ടികൾക്ക് മാറിപ്പോവാറുണ്ട്. ഇക്വാലൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ആൻഡ് ബി ഈസ് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. രണ്ടിലും ഈക്വൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ എയും ബിയും നോക്കുക,
കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് രണ്ടിലും, പക്ഷേ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ഇക്വാലൻറ്റ് ടു ബി. അപ്പോൾ ഇക്വാലൻ്റ് നൊട്ടേഷൻ നോക്കുക, 3 ലൈൻസ് ആണ് വരുന്നത്. ഈക്വൽ ആകുമ്പം രണ്ടിലും സെയിം എലമെൻറ്റ്സ് ആയിരിക്കണം, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സും ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വാലൻറ്റ് സെറ്റ് ആൻഡ് ഈക്വൽ സെറ്റ്. ഇനി ലാസ്റ്റ് വൺ ഇസ് പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് ഗിവൻ സെറ്റ്. നമുക്കുള്ള കയ്യിലുള്ള സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെയാണ് എന്ത് പറയുക, പവർ സെറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു സെറ്റ് എ നോക്കുക. എ എന്ന് പറഞ്ഞ സെറ്റിൽ എ ബി സി ഡി ഇ. അപ്പോൾ അതിന് ഏതൊക്കെ സബ്സെറ്റ് വരാം? സെറ്റ് എ മാത്രം വരാം, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് ഡി, സെറ്റ് ഇ. അതുപോലെ ഇനി 2 എലമെൻറ്റ്സ് വരുന്നത് സെറ്റ് എ ബി, സെറ്റ് ബി സി, സെറ്റ് സി ഡി, സെറ്റ് ഡി ഇ, സെറ്റ് എ ഇ. ഇനി 3 എണ്ണം വെച്ചിട്ടുള്ള സെറ്റ്സ് വരാം, 4 എണ്ണം വെച്ചിട്ടുള്ള സെറ്റ് വരാം. ഓക്കെ, അതുപോലെ നൾ സെറ്റും വരാം. ഇതെല്ലാം അതിൻ്റെ സബ്സെറ്റ്സ് ആണ്. അപ്പോൾ ഈ സബ്സെറ്റുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്, പവർ സെറ്റ് എന്ന് പറയുന്നത്. Okay, so these are the types of sets.